നമസ്കാരം, എല്ലാവർക്കും സംസാരം ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന ചാലക്കുടിയിലെ മേമയാണ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ മേമ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഇന്ന് എന്താണ് മേമയുടെ സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം. അപ്പം മേമ ഇന്ന് എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ടെന്ന് ഞങ്ങളോട് അറിയിച്ചു. അപ്പം ഇന്ന് എന്താണ് സ്പെഷ്യൽ? ഇന്ന് ഉണ്ടാക്കാൻ പോണത് വാഴപ്പിണ്ടി, അത് പാളംകുടം വാഴയുടെ പിണ്ടി കൊണ്ടാണ് ഒരു അച്ചാറ്. വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള അച്ചാർ നമ്മൾ അധികം അങ്ങനെ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. പിണ്ടി വെച്ചിട്ടുള്ള അച്ചാർ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. പിണ്ടി നമ്മൾ പൊളിച്ചെടുത്തിട്ട് വെറുതെ വട്ടത്തിൽ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ അതിന് ഞാര് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചിറ്റണം. നാര് ചിറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മുട്ടി വെച്ച് ചെറിയ ചെറിയ പീസുകളാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിന് കഴുകി വാരി കഴിഞ്ഞ് വെള്ളം തിളപ്പിക്കുക, ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് അതുകൊണ്ട് പതുക്കൊന്ന് വാടുമ്പോൾ കോരിയെടുക്കാം. എത്ര നേരം വെക്കണം ഈ വാഴപ്പിണ്ടി? അതിപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം എടുക്കാം. അപ്പം എടുക്കാം, കുഴപ്പമില്ല. പശയൊന്നും ഉണ്ടാവില്ല? പശ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെച്ച് തുടങ്ങിയാലോ? വെച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിക്കുക. പാത്രം കയറ്റി വെച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ ഉപ്പ് മഞ്ഞപ്പൊടി ഇടണം കുറച്ച്. കുറച്ച് ഉപ്പിട്ടു. എത്ര നേരം പച്ചവെള്ളത്തിൽ വെക്കണം എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞ് കഴുകി വാരി എടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അത് പിണ്ടി തിളച്ച് കഴിയുമ്പോൾ കോരി എടുത്താൽ മതി. കോരി കഴിഞ്ഞ് നമുക്ക് അടുത്ത് തന്നെ വേഗം പിന്നെ മറ്റുള്ള അച്ചാറിൻ്റെ സാധനങ്ങളൊക്കെ മൊരിച്ച് നമുക്ക് ചെയ്യാം. മഞ്ഞൾപ്പൊടി നമ്മൾ സാധാ അച്ചാർ ഉണ്ടാക്കണ പോലെ തന്നെ. സാധാ അച്ചാർ ഉണ്ടാക്കണ പോലെ തന്നെ. എല്ലാ വാഴയുടെയും പിണ്ടികൾ ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ വാഴപ്പിണ്ടിയും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. നമ്മളാരും ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി വെച്ച് കാണുമ്പോൾ കഴിച്ചു വരുമ്പോഴാണ് അതിൻ്റെ സ്വാദം അറിയാൻ പാടുള്ളൂ. അപ്പം അച്ചാർ ഉണ്ടാക്കണ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ ഓരോ പിണ്ടികളെടുത്ത് ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മേമയുടെ സ്പെഷ്യലാണോ? മേമ മാത്രമായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. അച്ചാറ് ഞാൻ തന്നെ ചെയ്യണത്. പിന്നെ ഞാൻ ഇല്ലെങ്കിൽ അവരൊക്കെ ചെയ്യും, കുഴപ്പമില്ല. അപ്പൊ ഇത് എത്ര ഇത് എടുത്തിട്ടുണ്ട് നമ്മുടെ വാഴ? ഇതൊരു 1/2 കിലോത്തോളം കാണും പിണ്ടി അരിഞ്ഞത്. 1/2 കിലോ. പിന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് വേപ്പില, പിന്നെ വെളുത്തുള്ളി ഒരു 4 ഉണ്ട വെളുത്തുള്ളി, ഒരു 50 ഗ്രാം ഇഞ്ചി. ഇതിനനുസരിച്ചുള്ള സാധനം എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ മുളക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ ടീസ്പൂണുമേ. പിന്നെ കായംപൊടി ഒരു ടീസ്പൂണ്, അച്ചാർ പൊടി 2 സ്പൂൺ ഇടാം. പിന്നെ നമുക്ക് ഉലുവപ്പൊടി. പിന്നെ നമ്മുടെ കളർ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി പൊടി കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങയച്ചാറ് പോലെ ഇരിക്കും. എല്ലാ അച്ചാറും ഉണ്ട് കൂട്ടൊക്കെ ഒന്ന് തന്നെ. പിന്നെ പിണ്ടിയിൽ കൂട്ടായാലും ഇത് തന്നെ സംഭവം. നമ്മുടെ വെള്ളം തിളച്ചെന്ന് തോന്നുന്നു. മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വെള്ളം തിളച്ചിട്ട് അതിനകത്തേക്ക് വാഴപ്പിണ്ടി ഇട്ട് ഒന്നുകൂടെ തിളപ്പിക്കണം അല്ലേ? എത്ര നേരം തിളക്കണം? അതൊരു 5 മിനിറ്റ് മതി. നമ്മളിത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിക്കുന്നതിന്റെ ഇതെന്താ? നമുക്ക് പിണ്ടിക്ക് നല്ല കളർ കിട്ടും. പിന്നെ അതിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂല്ലോ. അങ്ങനെയൊക്കെയുള്ള അതിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കുന്നത്. നമ്മൾ ഈ അച്ചാറൊക്കെ സാധനം ഉപ്പിലിട്ട് വെക്കുമല്ലോ, അതുപോലെ ഈ വാഴപ്പിണ്ടി ഉപ്പിലിട്ട് വെക്കാം. അത് ഇതുപോലെ തന്നെ പീസുകളാക്കി നന്നായിട്ട് കഴുകി വാരി ഭരണിക്കകത്താക്കാം. അതിൻ്റെ പച്ചമുളകും ചൊറുക്കിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. എത്ര ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഞങ്ങൾ ഇപ്പോൾ 1 മാസം വരെ വെച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ചീത്തയായിട്ടില്ല. അച്ചാർ ഉണ്ടാക്കണമെങ്കിലും മാങ്ങയില്ലാത്ത സീസൺ ആണെങ്കിലും എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ്. എല്ലാം മാങ്ങയച്ചാർ പോലൊക്കെ ഉണ്ടാക്കി വരും. ഞങ്ങൾ എല്ലാ അച്ചാറുണ്ടാക്കും. കായ അച്ചാറുണ്ടാക്കും. അതെ, എല്ലാ അച്ചാറിന്റെ വിദ്യകൾ കയ്യിലുണ്ടല്ലേ. പപ്പായ അച്ചാറുണ്ടാക്കും, ഉരുളക്കിഴങ്ങ് അച്ചാറുണ്ടാക്കും, കോവയ്ക്ക, എല്ലാ അച്ചാറുണ്ടാക്കും. അപ്പൊ
അച്ചാറിൽ വിദഗ്ധമായ എല്ലാ കഴിവുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. വാഴപ്പിണ്ടി തിളച്ചു, ഇനി നമുക്കത് കോരാം. പിണ്ടി തിളപ്പിച്ച് കോരി ഇനി നമുക്ക് അച്ചാറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അച്ചാറിന്റെ കൂട്ടിലേക്ക് കിടക്കാം. പിന്നെ ഒരുപാട് കളറ് വ്യത്യാസമുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാൻ പോവാണ്. കത്തിച്ച് ചിങ്ങൽ അടുപ്പത്ത് വെച്ചു. ചൂടാവും. എണ്ണ ഒഴിക്കണേ. എന്തിനെണ്ണ ഒഴിക്കണ്ട? വെളിച്ചെണ്ണ? സാധാരണ നല്ലെണ്ണ. നല്ലോണം ഒഴിച്ച് നല്ലോണം എണ്ണ തിളച്ച് കഴിയുമ്പോൾ കടുക് ഇടണം. എണ്ണ തിളച്ച് ഇനി കടുക് പൊട്ടണം. പൊട്ടി കഴിയുമ്പോൾ പച്ചമുളക്, അതിൻ്റെ പച്ചമുളക്, വെളുത്തുള്ളി ഇനി ചതച്ചത്, കരിവേപ്പില ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചെറിയൊരു കളർ വരുമ്പോൾ, ഒരു ബെറും കളർ വരുമ്പോൾ മുളക് പൊടി ഐറ്റംസ് ഒക്കെ പൊടികളെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് അരച്ച് അപ്പം ഗ്രേവി കിട്ടുള്ളൂ. എത്ര നേരം എടുക്കും ഇതൊന്ന്? അതൊരു 5-6 മിനിറ്റ് മതി. ഇതിന്റെ കളർ ഇനി മാറണം. കളർ ഒരു ശകലം കൂടി മാറണം. ഇപ്പം നമ്മുടെ ഇതൊക്കെ ഇഞ്ചി പച്ചമുളക് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, അതായത് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് കായംപൊടി, 1 സ്പൂണ് ഉലുവപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് നമ്മൾ മുന്നേ മഞ്ഞൾപ്പൊടി തിളപ്പിച്ച് വന്നുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഉപ്പ് നമ്മൾ മുന്നേ ഇട്ടാണ് കരണ്ട് അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ കുറച്ച് അച്ചാർ പൊടിയും 1 സ്പൂൺ ഇടാം. 1 സ്പൂൺ. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് കാശ്മീരി പൊടി. അതിൻ്റെ ആ മണം വരുന്ന നന്നായിട്ട് അടിക്കണം. ഇത് നമുക്ക് ഇത് കൂടെ ഈ പിണ്ടി വേവിച്ച പിണ്ടി നമുക്കിടാം. ഇതിനകത്തിടാം. റെഡിയായോ നമ്മുടെ? ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ചോർക്ക, വിനാഗിരി. എത്ര വിനാഗിരി ഒഴിക്കണം? അങ്ങനെ ഉണ്ടോ? അത് 1 ഗ്ലാസ്. നമ്മളിത് ഈ അച്ചാർ ഫ്രിഡ്ജിൽ വെക്കണോ? ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി. എത്ര നമ്മ എപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് ടീസ്പൂണ് ചെപ്പിനകത്ത് ഇടാൻ പാടില്ല. നനഞ്ഞ സ്പൂൺ ഇടാൻ പാടില്ല. ആവശ്യത്തിന് എടുക്കുക, പിന്നെ അടച്ചു വെക്കാം. ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ഇരിക്കും. അച്ചാർ പോലെ. ഇനി ഇതിൽ ഉപ്പ് നോക്കാം, പോരാത്ത ഉപ്പിടാൻ. ഉപ്പ് കുറച്ചിടാം. ഉപ്പ് വേണം. 1 ടീസ്പൂൺ ഉപ്പ്. അതിപ്പോൾ പലർക്കും പല ഉപ്പാണല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം. നമ്മൾ തിളച്ച് വേണം തോന്നുന്നു. അച്ചാർ റെഡി ആയിട്ടാ. പെട്ടെന്ന് അച്ചാർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിയേണ്ട അച്ചാറാണത്. അപ്പം എല്ലാവരും ഈ അച്ചാറൊന്ന് ഉണ്ടാക്കണം, ടേസ്റ്റ് അറിയണം.
വേറെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് മേമേ നമ്മുടെ ഈ ഇതില് വാഴപ്പിണ്ടിക്ക്? വാഴപ്പിണ്ടിക്ക് നമുക്ക് വയറിന്റെ അസുഖങ്ങൾക്ക് നല്ലതാണ്. പിന്നെ കൊളസ്ട്രോള്, പിന്നെ വയറിന് എപ്പോഴും നല്ലൊരു ഞാരോട് കൂടി കഴിക്കണമെന്ന് പറയുക പിണ്ടി. ഞാറ് കളയാൻ പാടില്ല എന്ന് പറയണേ, പക്ഷെ ഞാൻ അച്ചാറായതുകൊണ്ട് ഞാറ് കളഞ്ഞു. അപ്പൊ വേറെ എന്തൊക്കെ അറിയാം വാഴപ്പിണ്ടി വെച്ചിട്ട് മേമയുടെ കയ്യിലുള്ള? വാഴപ്പിണ്ടി വെച്ചിട്ട് വാഴപ്പിണ്ടി വെച്ച് പയറിട്ട് കറി വെക്കാം, വെറുതെ മിക്സിലടിച്ച് നീര് കുടിക്കാം, വെറുതെ കടിച്ച് തിന്നാം, എല്ലാം ഉണ്ട്. അപ്പൊ പിണ്ടി അങ്ങനെ തിന്നാലും കുഴപ്പമില്ല. നമ്മുടെ മാങ്ങ അച്ചാറൊക്കെ നമ്മള് വെക്കുന്ന പോലെ ഉണ്ട്, കാരണം ആ ഓരോ കുഞ്ഞു കുഞ്ഞു പീസുകളും ഒക്കെ ആയിട്ട് ഉണ്ട്. കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് മാങ്ങയച്ചാറാന്ന് പറഞ്ഞ് കഴിക്കാനും നല്ലതായിരിക്കും. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ടേസ്റ്റ് നിത്യ നോക്കാം. ടേസ്റ്റ് ഉണ്ട്. പുളിയും ഇഞ്ചിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല രസമുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും വാഴപ്പിണ്ടിയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അതിന് ടേസ്റ്റ് അറിയാം. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ മാങ്ങയോ അല്ലെങ്കിൽ നാരങ്ങയൊന്നും അന്വേഷിച്ച് നിൽക്കേണ്ടാരും. നമ്മുടെ തെങ്ങിൻ്റെ കടയ്ക്ക് വെട്ടിയിടുന്ന പിണ്ടി കൊണ്ടാണ് നമ്മളിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി തെങ്ങിൻ്റെ കടയ്ക്കൊന്നും പിണ്ടി വെട്ടിയിടണ്ട, എല്ലാവരും ഇതുപോലെ അച്ചാറുണ്ടാക്കി കഴിക്കണം. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഭവമായി വരുന്നത് വരെ ബൈ.